അല്ല, താങ്കളുടെ ഒക്കെ ഉൾപ്പെടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് ശ്വേത മേനോന്. അവർ അന്ന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽ അമ്മയുടെ പെടുത്തിയിട്ടുണ്ടായിരുന്നു? നമ്മൾ ഈ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം മാത്രമേ പറയൂ. ബാക്കിയെല്ലാം സെക്രട്ടറി പറഞ്ഞു. അല്ല, അങ്ങനെ പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് 10-20 വർഷമായി. സാധാരണ സ്ഥലത്ത് നിന്ന് വന്ന ഒരു മനുഷ്യനാണ്. ഞാനൊരു വലിയൊരു ലോബി ഇതൊന്നുമല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇവിടെ ഷോനാണ് വന്നിരിക്കുന്നത്. അമ്പലപ്പുറമ്പിൽ നിന്ന് പള്ളിപ്പുറമ്പിൽ നിന്ന് പരിപാടികൾ നടത്തി വന്നതാണ്. എനിക്ക് പോലും അവിടെ കൃത്യമായിട്ടുള്ള സ്ഥാനവും ഇതും തരുന്നു. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരാൾ പുറത്തുനിന്ന് വന്നു ഈ സിനിമാ സംഘടന എന്ന് പറയുന്ന സ്ഥലത്ത് 500ഓളം പേരിൽ 17 പേരിലായ ഒരുവരായിട്ട് 6 വർഷം ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് വീണ്ടും എന്നെ തിരഞ്ഞെടുത്തു. അവിടെ ഒരു ഗ്രൂപ്പൊന്നുമല്ല, അവിടെ ഒന്നിച്ചു നിൽക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ സാങ്കല്പികമാണ് കുറേ കാര്യങ്ങളൊക്കെ. അവിടെ എല്ലാവർക്കും ഈക്വൽ സ്ഥാനമാണ്. ഞാൻ എന്നെ പോലെ വളരെ ചെറിയ സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് അവിടെ ആ ഒരു സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അറിയാലോ, നമ്മളൊരു പവർ ഗ്രൂപ്പിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ കുടുംബങ്ങളിൽ നിന്നും വന്നതല്ലേ. സാധാരണ കുടുംബത്തിൽ നിന്ന് എൻ്റെ കൂടെ ഉള്ളത് തന്നെ സ്റ്റേജിലെ ആർട്ടിസ്റ്റുകൾ ആദർശമുണ്ട്. നമ്മൾ സ്റ്റേജ് ഷോസിൽ നിന്ന് വന്നത് അവർക്ക് പോലും അത്രയും സ്ഥാനം തരുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു ഈ നിഗൂഢതയുള്ള കാര്യങ്ങളൊന്നും നമ്മ എല്ലാവരെയും പരിഗണിക്കുന്നുണ്ടോ? അത് അവർക്കുള്ളല്ലോ. വേറൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഇനി എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം അതിനുള്ള തീരുമാനം ഒരുമിച്ച് വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് പറയില്ല. സെക്രട്ടറി പറഞ്ഞു. ഓക്കെ.